كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മുറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കുടുംബ സംവിധാനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദാനവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺകുട്ടികളെ നൽകും, ചിലർക്ക് പെൺകുട്ടികളെ നൽകും, ചിലർക്ക് രണ്ടും ഇടകലർന്നുകൊണ്ട് അള്ളാഹു നൽകും. എന്നാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവും തേടി നടക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ആ മകന്, ആ മകൾക്ക് നല്ലൊരു പേര് നൽകുക എന്നുള്ളത്. നല്ല പേര് നൽകണമെന്നുള്ളത് മതപരമായിക്കൊണ്ട് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള മക്കൾ, അവർക്ക് നമ്മൾ നൽകുന്ന നാമങ്ങൾ അവൻ്റെ മരണം വരെയും അല്ല, മരണാനന്തരവും വിളിക്കപ്പെടാനുള്ള ഒരു നാമമാണ്. ഒരു സത്യവിശ്വാസിയുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ച് കൊണ്ടുപോകുന്ന രംഗത്തെക്കുറിച്ച് സുദീർഘമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്.
ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം ഇങ്ങനെയാണ്: മലക്കുകൾ ആരെയാണോ മരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ ആത്മാവും കൊണ്ട് ആകാശത്തിലേക്ക് കയറും. അവർ അതുകൊണ്ട് ഏത് മലക്കുകളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ മലക്കുകൾ റൂഹുമായി കൊണ്ടുവന്ന മലക്കിനോട് ചോദിക്കുന്ന ചോദ്യമാണ്: മാ ആദിഹി റൂഹു ത്വയ്യിബ, ഈ ഉത്തമമായ ഈ ശ്രേഷ്ഠകരമായിട്ടുള്ള ആത്മാവ് ആരുടേതാണ് എന്ന് ചോദിക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് മലക്കുകൾ പറയും, ഫയഖൂലൂന, അവരെല്ലാവരും പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ ബി അഹ്സനി അസ്മാഇല്ലതി കാനൂ യസുമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചിട്ടുള്ളത്, ഇന്നയാളുടെ മകൻ നമ്മുടെ വാപ്പയുടെ പേര് വെച്ചുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തും. ദുനിയാവിൽ അയാളെ അവർ വിളിച്ചിരുന്ന നാമങ്ങളിൽ ഏറ്റവും നല്ല നാമം കൊണ്ട് വിളിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. അപ്പൊ മരണാനന്തരം വരെ മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആകാശ ലോകങ്ങളിൽ വരെ മുഴങ്ങേണ്ട ഒന്നാണ് നമ്മുടെ നാമങ്ങൾ എന്ന് പറയുന്നത്, പേര് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഖുതുബ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പേരുകൾ മാറ്റേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റങ്ങൾ വരുത്തി ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് ആമുഖമായിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് പ്രതിപാദിപ്പിക്കുന്നിടത്ത്, അത് പറഞ്ഞെടുത്ത് നല്ല നാമങ്ങൾ എന്ന പദപ്രയോഗം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയും നല്ല സുന്ദരമായിട്ടുള്ള നാമങ്ങൾ ഉപയോഗിച്ചായിരിക്കണം അവനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അതിനാൽ ആ പേരുകൾ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, കുൽ, നബിയെ പറയുക, അദ്ഉല്ലാഹ അബിദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാഹു എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അർ-റഹ്മാൻ, റഹ്മാൻ എന്ന് നിങ്ങൾ വിളിച്ചുകൊള്ളുക. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ, ഏതു തന്നെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അതവനുള്ളതാണ്, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ പോലും പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം ഉത്കൃഷ്ടമായ നല്ല നാമങ്ങൾ നിങ്ങൾ വിളിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരുകൾ ഇടുമ്പോഴും അർത്ഥമുള്ള അല്ലാഹുവിനും പ്രവാചകനും ഇഷ്ടമുള്ള ഏറ്റവും നല്ല നാമങ്ങളാണ് ഞാനും നിങ്ങളും ഇടേണ്ടത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന് ലഭിച്ച മകന് യഹിയ എന്ന പേര് നൽകിയത്
അള്ളാഹുവാണെന്ന് എന്നുള്ളത് മാത്രമല്ല, ആ നാമത്തെ അള്ളാഹു പ്രശംസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ഇങ്ങനെയാണ്: യാ സക്കരിയ, ഏ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീആ. തീർച്ചയായും നിനക്ക് നാം ഒരു ആൺകുട്ടിയെ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, അദ്ദേഹത്തിനുള്ള പേര് അത് യഹിയ എന്നാകുന്നു. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീആ. മുമ്പ് നാം ആരെയും അവന്റെ പേര് ഉളവാക്കിയിട്ടില്ല. അള്ളാഹുവാണ് ആ പേരിട്ടതെങ്കിൽ പോലും അള്ളാഹു അതിന് പ്രത്യേകമായിട്ടുള്ള പ്രശംസ പറഞ്ഞതായിട്ടാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടുമ്പോൾ നല്ല ശ്രദ്ധയോട് കൂടിക്കൊണ്ട് തന്നെയായിരിക്കണം പേര് നമ്മൾ ഇടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്, ഇന്ന അഹബ്ബൽ അസ്മാഇകും ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമെന്ന് പറയുന്നത് അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് അബ്ദുല്ലാഹ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, പേരുകളൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും മലയാളത്തിലുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, അറബിയിലുള്ള ചില പദങ്ങളെ, ചില അക്ഷരങ്ങളെ മലയാളത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ അതേ അക്ഷരങ്ങൾ മലയാളത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറബി അക്ഷരങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുള്ള സംസാരങ്ങളായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ അബ്ദുള്ള എന്നാണ് എഴുതുക, പക്ഷേ അത് അറബിയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുള്ളൂ? അബ്ദുള്ള എന്നാണ് എഴുതുക. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? മലയാളത്തിൽ അബ്ദുള്ള എന്നല്ല നമ്മൾ പറയേണ്ടത്. നാമങ്ങൾ നമ്മൾ പറയുമ്പോൾ അറബിയുടെ അക്ഷരങ്ങൾ, ഉച്ചാരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. അബ്ദുള്ള, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് നാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ അബ്ദ് എന്ന് ചേർത്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ പേരിടേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ലത്തീഫ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. ഹഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. ഹകീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. ഇത്തരം പേരുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പിൽ അബ്ദ് ചേർത്തുകൊണ്ടായിരിക്കണം ഇടേണ്ടത്. അബ്ദുൽ ഹകീം, അബ്ദുൽ ഹഖ്, അല്ലേ, അബ്ദുൽ ലത്തീഫ്, ഇങ്ങനെയാണ് പേരുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമഗുണങ്ങൾ, അല്ലേ, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സൃഷ്ടികളിലേക്ക് ഒരിക്കലും തന്നെ ചേർത്തി വെക്കുമ്പോൾ അതിലേക്ക് ഷിർക്ക് വരെ കടന്നു വരാൻ സാധ്യതകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഷിർക്കിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ പേരുകൾ, നാമങ്ങൾ ഇടുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഇസ്ലാമിൻ്റെ വിധിയാണ് എന്നുള്ളതാണ്. ഇനി പ്രവാചകന്മാരുടെയും സച്ചരിതരായ മഹാന്മാരുടെയും പേരുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രോത്സാഹകരമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഇന്ന് നമ്മുടെ നാട്ടുകളിലൊക്കെ പേരുകൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വാപ്പൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ അത് നോക്കൂ,
ഉമ്മൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ, ഇതൊക്കെ കൂട്ടിയിട്ടുള്ള പേരുകൾ കിട്ടണം. എന്നിട്ട് ആളുകൾ വിളിക്കും, എന്താക്കും, സദാ നല്ലൊരു പേര് തരണം, ആരും ഇടാത്ത പേരായിരിക്കണം, പുതിയ പേരുകളായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പേരുകൾ നമുക്ക് ഇങ്ങോട്ട് ആളുകൾ പറഞ്ഞു തരും, ഇതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു തരണം. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ നല്ല നാമങ്ങൾ പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും നമ്മുടെ മുമ്പിലുണ്ട്. അതിടാൻ മനുഷ്യർ മടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അബ്ദുള്ള എന്നൊക്കെ പേരിട്ട ഇപ്പൊ തന്നെ വയസ്സായ ആൾക്കാരെ പേരിടണമെന്ന് ആൾക്കാർ ചോദിക്കുക. നോക്കൂ നിങ്ങൾ, അബ്ദുള്ള എന്നൊക്കെ പേരിട്ടാൽ ഓൻ എന്താ നമ്മൾ വിളിക്കുക? ആദം എന്ന് പേരിട്ടാൽ ഓൻ എന്താ നമ്മൾ വിളിക്കുക? ആളുകൾ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന രംഗം അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന് പ്രവാചകൻ പേരിട്ടതെന്താ? ഇബ്രാഹിം എന്ന പേരാണ് ഇട്ടിട്ടുള്ളത്. സ്വഹാബികളുടെ മകന് അവർ പേരിട്ടിട്ടുള്ളത് യൂസുഫ് എന്നായിരുന്നു. പ്രവാചകന്മാരുടെ പേരുകൾ നമ്മുടെ സ്വഹാബാക്കൾ പ്രവാചകന്മാർ പേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മുഹമ്മദുൻ എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, ആ പേരുകൾ വരെ നമുക്ക് ഇടാമെന്നുള്ളതും അനുവദനീയമാണ് എന്നുള്ളതും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലൊരു സംഭവമുണ്ട്. എന്താണ് ചോദിച്ചാൽ, ഞങ്ങളിൽപ്പെട്ട ഒരാൾ, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുട്ടിക്ക് ഒരു പേരിട്ടിട്ടുള്ളത് മുഹമ്മദ് എന്ന പേരാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ സ്വഹാബാക്കളൊക്കെ പറഞ്ഞെന്ത്, ഞങ്ങൾ ആ പേര് വിളിക്കൂല, കാരണം ഞങ്ങൾ മുഹമ്മദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവാചകനെയാണ്. ആ പ്രവാചകനെ ഞങ്ങൾ വിളിക്കുക എന്താണ്? പ്രവാചകരേ, റസൂലേ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതുകൊണ്ട് നിങ്ങളെ മുഹമ്മദ് എന്ന് ഒറ്റക്ക് വിളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ വിളിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതുമായി കൊണ്ട് ആ പിതാവ് ആ കുട്ടിയുമായി കൊണ്ടെന്താക്കി, പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു എന്നാണ്. ആളുകൾ ഞാൻ ഇങ്ങനെ പേരിട്ടപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തുസമ്മു ബി അസ്മാഇ, നിങ്ങൾ ആ നാമം ഇട്ടു, എൻ്റെ പേര് നിങ്ങൾ എന്താക്കിക്കോളി, ഇട്ടോളി. വലാ തക്തുനു ബികുനിയതിഹി, എന്നാൽ നിങ്ങൾ എൻ്റെ കുനിയത്ത്, എനിക്കുള്ളൊരു വിളിപ്പേരുണ്ട്, അതെന്താ? അബുൽ ഖാസിം എന്ന ആ പേര് നിങ്ങൾ ഇടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ പേരുകൾ സ്വീകരിക്കാം, സ്വഹാബാക്കളുടെ പേരുകൾ സ്വീകരിക്കാം, അല്ലേ? എപ്പോഴാണ് ഈ പേരുകളൊക്കെ നമ്മൾ നൽകേണ്ടത്? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പേര് നൽകാവുന്നതാണ്. അപ്പൊ നേരത്തെ നമുക്ക് പേര് കണ്ടെത്താം, ജനിച്ച ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ആ പേരിൽ ആ കുഞ്ഞിനെ നമുക്ക് വിളിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു മകൻ ജനിച്ചു, ഞാൻ അവന് പൂർവ പിതാവായിട്ടുള്ള ഇബ്രാഹീമിന്റെ പേരാണ് നൽകിയത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ജനിച്ച ഉടനെ പ്രവാചകൻ പേര് വിളിച്ചു എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, 7-ാം നാളിൽ പേര് നൽകുന്നതും പ്രവാചകന്റെ ചര്യയാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുട്ടി ജനിച്ചാൽ പ്രവാചകന്റെ ഹദീസിൽ കാണാം, കുല്ല ഉലാമിൻ റഹീനത്തിൻ ബി അഖീഖതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എല്ലാ കുട്ടിയും അവന്റെ അഖീഖയുടെ പണയത്തിൽ ബന്ധനസ്ഥനാണ്. അഖീഖ അറക്കുക, അല്ലേ? അത് 7 ദിവസത്തിനുള്ള 7-ാം നാളിൽ 7 ദിവസത്തിൽ അറക്കണമെന്നുള്ളതാണ്. സാധിക്കുന്ന ആളുകൾക്ക് അന്ന് അറക്കാം, ഇനി സാധിക്കാത്ത ആളുകൾക്ക് എന്നാണോ സാധിക്കുന്നത് അന്ന് അറക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുകയാണ്, ആ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് നിങ്ങൾ അറവ് നടത്തണം. രണ്ടാമത്തത് എന്താണ്?
രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്താക്കണം അല്ലേ, മുടികൾ കളയണം. മൂന്നാമത്തത് നിങ്ങൾ അവർക്ക് വേണ്ടി നാമമിടണം, പേരിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ നേരത്തെ ഇടാം, 7 ദിവസത്തിനുള്ളിലും നമുക്ക് എന്ത് ചെയ്യാം, ആ പേരുകൾ ഇടാം എന്നുള്ളതാണ് പണ്ഡിതന്മാരൊക്കെ ഈ 2 ഹദീസുകളെ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ചില രക്ഷിതാക്കൾ, ചില മാതാപിതാക്കൾ അറിയാത്തത് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ മോശം പേരുകൾ നൽകപ്പെടുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പരിശോധിക്കണം, നമ്മുടെ പേരിൻ്റെ അർത്ഥം അത് നല്ല അർത്ഥമാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നല്ല അർത്ഥങ്ങളല്ല എങ്കിൽ തീർച്ചയായിട്ടും അത്തരം പേരുകളൊക്കെ നമ്മൾ എന്താക്കണം, സ്വയം മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ബോധപൂർവം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പേരുകൾ മാറ്റിയിട്ടതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹുവിന് ധിക്കാരി എന്ന അർത്ഥമുള്ള ആസിയ എന്ന പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. ആസിയ എന്ന പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ധിക്കാരി എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പേര് ചോദിച്ചു, എന്താണ് പേരെന്ന്. അവൾ പറഞ്ഞു, എൻ്റെ പേര് ഇതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പേര് മാറ്റി. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പേരിട്ട് കൊടുത്തു. എന്താ പേരിട്ട് കൊടുത്തത്? ജമീലത്ത്, അല്ലേ, ഭംഗിയുള്ളവൾ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി എന്നുള്ളതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2139 അല്ലേ ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ പേരുകൾ നമ്മൾ പരിശോധിക്കണം. മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. നല്ല അർത്ഥമുള്ള പേരുകളാണ് ഇടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ റൂഹുമായി കൊണ്ട് വാനലോകത്തിലെത്തുമ്പോൾ അവിടെ മുഴങ്ങേണ്ട പേരാണ് നമ്മുടെ പേരെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അവിടെ നല്ല പേരുകൾ മാത്രമേ മുഴക്കപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. മുഹമ്മദ് ബനു അംർ ബനു അതാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ മകൾക്ക് ബർറത്ത്, പുണ്യവതി എന്ന പേരാണ് ഇട്ടിട്ടുള്ളത്. ബർറത്ത്, പുണ്യവതി എന്ന പേരാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേരിനെ വിലക്കി. എന്നിട്ട് പ്രവാചകൻ സമ്മൂഹ, അല്ലേ, പകരം ഒരു പേര് നിശ്ചയിച്ചു, പേര് വിളിച്ചു. അതെന്താ? സൈനബ എന്ന പേര് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രവാചകൻ പ്രയോഗിച്ച പ്രയോഗം ഇങ്ങനെയാണ്, ലാ തസക്കു അൻഫുസകുമുല്ലാ, അല്ലേ, നിങ്ങൾ സ്വയം ആത്മപ്രശംസ നടത്തരുത്. സ്വയം ആത്മപ്രശംസ നിങ്ങൾ നടത്തരുത്. നിശ്ചയമായും നിങ്ങളിലുള്ള പുണ്യവാന്മാരെ പറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. ഇട്ട പേര് ബർറത്ത് എന്നാണ്, പുണ്യവതി എന്നുള്ളതാണ്, അല്ലേ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അല്ലാഹു അല്ലാത്തവരുടെ അടിമകൾ, ദാസൻ എന്നർത്ഥം വരുന്ന പേരുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകന്റെ അടുക്കൽ ഒരാൾ കടന്നു വന്നു, അല്ലേ. അയാളെ പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാളെ വിളിക്കപ്പെട്ട്, എന്താ വിളിക്കപ്പെട്ടിട്ടുള്ളത്? അബ്ദുൽ ഹജർ എന്ന, കല്ലിന്റെ അടിമ എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അല്ലേ, അബ്ദുല്ലാ, അൻത അബ്ദുല്ലാ, നീ ആരാണ്? അബ്ദുള്ളയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിന് പേര് നാമകരണം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അടിമ,
ദാസൻ, അല്ലേ? ഇതുപോലെയുള്ള പേരുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്ക് അബ്ദ് വെച്ചുകൊണ്ടാണ് നമ്മൾ പേരുകൾ വിളിക്കേണ്ടത്. എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളല്ലാത്തതിനൊരിക്കലും തന്നെ അബ്ദ് വെക്കാനും പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾക്കുള്ള പേരാണെന്ത്? അബ്ദു മനാഫ്. ഇങ്ങനെ പേരിടാൻ പാടില്ല. അബ്ദു വെക്ക, മനാഫ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമല്ല, അതുകൊണ്ട് അവിടേക്ക് അബ്ദു വെക്കാൻ പാടില്ല. മറ്റൊന്നാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് പല ആളുകളും പേരിടുന്നതാണ്. മുത്തലിബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമല്ല, അതിലേക്ക് അബ്ദ് ഒരിക്കലും വെക്കാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും പേരുകൾ ഉണ്ട് എങ്കിൽ എന്താക്കണം? ആ അബ്ദ് നമ്മൾ എന്താക്കണം? തിരുത്തണം. ഒന്ന് തിരുത്താനും പേരുകൾ ക്ലിയർ ചെയ്യാനൊക്കെ, അല്ലേ, ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കെ നമ്മളൊക്കെ എന്താക്കണം? ഇത്തരത്തിലൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമമല്ലാത്തതിലേക്ക് നമ്മൾ ഒരിക്കലും അബ്ദ് ചേർക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ നമ്മുടെ സൂക്ഷ്മത കുറവുണ്ടായിരിക്കാം. ശരി, സൂക്ഷ്മതയുടെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ വാപ്പമാരിട്ട, അല്ലേ, അല്ലെങ്കിൽ പാരമ്പര്യമായിക്കൊണ്ട് ഇങ്ങനെ ആ പേരുകൾക്ക് ഇങ്ങനെ പോന്ന ചില രംഗങ്ങളായിരിക്കാം. അതുകൊണ്ട് നമ്മൾ തിരുത്തേണ്ടത് നമ്മളൊക്കെ എന്താക്കണം? തിരുത്തിയേ പറ്റൂ. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പേരുകൾ സ്വീകരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള പേരുകൾ പ്രവാചകന്റെ ഹദീസിൽ കാണാം, അഹ്നാ അസ്മാഅ യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ് റജുലുൻ തുസമ്മാ മലിക്കുൽ മുലൂക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞെന്താ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അപകടകരമായിട്ടുള്ള പേര് അതേതാ പേര്? ഒരാള് രാജാക്കന്മാരുടെ രാജാവ് എന്ന പേരിടലാണ്. മലിക്കുൽ മുലൂക് എന്ന പേരിടലാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള, അന്ത്യനാളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള പേര് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഏത് കാര്യത്തിലും ഇന്ന് ആളുകൾ നോക്കുന്നത് എവിടേക്കാണ്? ഇൻ്റർനെറ്റിലേക്കാണ്. ഇൻ്റർനെറ്റ് വഴി നമ്മൾ അന്വേഷിച്ചു കൊണ്ട്, അല്ലേ, പേരുകൾ നമ്മൾ ഇടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ശരി, നല്ലോണം നമ്മൾ എന്താക്കണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു അർത്ഥവുമില്ലാത്ത പേരുകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ പല രൂപത്തിലുള്ള വികൃതമായിട്ടുള്ള അർത്ഥങ്ങളുള്ള പേരുകളൊക്കെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മകനെ വാപ്പ കൊണ്ടുവരുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ മകനെ ഒന്ന് ഉപദേശിക്കണം, നന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിനെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടെന്താക്കി? കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പാപ്പയാരാണ്, ഉമ്മയാരാണ്, അവരോട് എങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ആ കുട്ടി ചോദിച്ചു, പ്രവാചകരെ, മകൻ എന്ന നിലയ്ക്ക് ബാപ്പയോടും ഉമ്മയോടും നിൽക്കേണ്ട കടമകളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഒരു വാപ്പക്കും ഉമ്മക്കും മകനോടുള്ള കടമ എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം കൊടുത്തു. ഒന്ന്, നിനക്ക് നല്ല പേരിടണം എന്നുള്ളതാണ്. നല്ല പേര് ഇടണം എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനോട് ആ മകൻ പറയാണ്, എനിക്ക് ജ്വാലി, കരിവണ്ട് എന്നുള്ള പേരാണ് എൻ്റെ വാപ്പിമ്മ ഇട്ടിട്ടുള്ളത്. കേൾക്കാനൊക്കെ നല്ല രസമാണ് അറബി പേരുകൾ, അല്ലേ, ചില പേരുകൾ. പക്ഷെ അർത്ഥങ്ങൾ നോക്കുമ്പോൾ ഒന്നിനും പറ്റാത്ത പേരുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളിട്ട പേര് അത് നല്ല പേരുകളാണോ എന്ന് നോക്കി അബദ്ധങ്ങൾ സംഭവിക്കാതെ, അല്ലേ, മരിച്ചു കഴിഞ്ഞാലും മരണാനന്തരവും പരലോകത്തും നമ്മെ വിട്ടുപിരിയാത്ത ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താക്കാൻ കഴിയണം? നല്ല പേരുകൾ, നല്ല നാമങ്ങൾ ഇട്ടുകൊണ്ട് നമ്മുടെ മക്കളെ വിളിക്കാനും, അല്ലേ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ
അത്തരത്തിലുള്ള പേരുകൾ മുഴക്കപ്പെടുന്ന പേരുകളായിക്കൊണ്ട് മാറാൻ ഇസ്ലാമികപരമായി നിർദ്ദേശിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കൾക്ക് നല്ല പേര് നൽകുക എന്നുള്ളത് ലളിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിലും പല ആളുകളും ഏറെ സങ്കീർണതകൾ ഉണ്ടാക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. വലുതാകുമ്പോൾ കുട്ടികൾ നമ്മളെ തിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എവിടുന്ന ഈ പേര് കിട്ടിയത് എന്ന് നമ്മളെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. നല്ല പേരിട്ടിട്ടില്ലെങ്കിൽ എൻ്റെ വാപ്പ എനിക്ക് ഇടാൻ പറ്റിയൊരു പേരാട്ട് എന്ന് പറയുന്നൊരവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കരുത്. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ എത്ര നല്ല പേരുകൾ പറഞ്ഞു കൊടുത്താലും വേറുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ചില ആൾക്കാർക്ക്. എത്ര നല്ല പേരുകൾ പറഞ്ഞു കൊടുത്താലും, പ്രവാചകന്മാരുടെ സ്വഹാബത്തിൻ്റെ ഒക്കെ പേരുകൾ പറഞ്ഞു കൊടുത്താലും അല്ലേ, അങ്ങനെ ആളുകൾ പറയുന്നത് ശരി, ആരുടാത്ത പേര് തരണം, ആരുടാത്ത പേര് നമ്മൾ ആലോചിക്കും. ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അക്ഷരങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് തേടി നടക്കുന്ന ആളുകളുണ്ട്. അക്ഷരങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ചിലർ പേരിട്ടതിന് ശേഷം മാത്രമാണ് അർത്ഥങ്ങൾ നോക്കുക. നമ്മൾ പേരിടുമ്പോൾ തന്നെ എന്താക്കണം, അർത്ഥങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ പേരുകൾ നമ്മൾ എന്താക്കണം, ഇടണം. ചില കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എന്താ ചോദിച്ചാൽ ഭർത്താവ് ഇട്ടത് ഭാര്യക്ക് പറ്റൂല, ഭാര്യ ഇട്ടത് ഭർത്താവിനും പറ്റൂല. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഭർത്താവിൻ്റെ മാതാവ് നിർദ്ദേശിച്ചത് മരുമക്കൾക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പേരിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പേരിൻ്റെ വിഷയത്തിൽ കുടുംബ ബന്ധങ്ങൾ അല്ലേ പ്രശ്നത്തിലായ രംഗങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇസ്ലാമിക വീക്ഷണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ചിലർ പേരിടാൻ വേണ്ടി എന്താക്കും, സന്താനത്തിന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്നു ചിലർ. എന്തിനാ മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്നത്? അവിടുത്തെ ഷെയ്ഖിൻ്റെ അല്ലേ ബർക്കത്തും പൊരുത്തമൊക്കെ ആ പേരിലും കിട്ടട്ടെ എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് നമുക്ക് നൽകിയ ദാനമാണ്, അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ നന്ദിയാണ് കാണിക്കേണ്ടത്. നന്ദികേട് ഒരിക്കലും തന്നെ നമ്മൾ കാണിക്കാൻ പാടില്ല. അങ്ങനെ നന്ദികേട് കാണിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫലമ്മാ അതാഹുമാ സ്വാലിഹൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, ആ മാതാപിതാക്കൾക്ക് രണ്ടാളുകൾക്കും ഞാൻ എന്താക്കി അല്ലേ ഒരു കുട്ടിയെ നൽകിയപ്പോൾ ജഅല ലഹു ശുറകാഹ ഫീഹിമാ അതാഹുമാ, അവരെന്നിലെന്താക്കി പങ്കാളികളെ തീർത്തു എന്നുള്ളതാണ്. എന്നിലവർ പങ്കാളികളെ തീർത്തു എന്നുള്ളതാണ്. ആ പേരിടാൻ വേണ്ടി ആ ജാറത്തിലേക്ക്, ആ പേരിടാൻ വേണ്ടി ആ മക്ബറകളിലേക്ക് അവിടുത്തെ കുരുത്തും പൊരുത്തൊക്കെ കിട്ടണം. കണ്ടോ, നന്ദികേട് കാണിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ചത് ഫതആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അല്ലാഹു പങ്കു ചേർത്ത് വരുന്നതിൽ നിന്ന് ഏറെ ഉന്നതനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
പിശാചുക്കളുടെ പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട നാമങ്ങൾ ഇടാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരുടെ അടിമയുടെ പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. അല്ലാഹു ശപിച്ചവരുടെ പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. അബൂലഹബ്, അബൂജഹലി ഇതുപോലെയുള്ള പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. അല്ലാഹു നശിച്ചു കളഞ്ഞവരുടെ പേരുകൾ ഇടാൻ പാടില്ല. ഫിർഔൻ, ഖാറൂൻ, അല്ലേ, ഇത്തരം പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. വെറുക്കപ്പെട്ട അർത്ഥങ്ങളുള്ള പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല. ളാലിം, ഫാസിഖ്, അല്ലേ, ഹമ്മാർ ഇതുപോലെയുള്ള പേരുകളൊന്നും നമ്മൾ ഇടാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അർത്ഥങ്ങളുള്ള പേരുകൾ ഇട്ടുകൊണ്ട്, അല്ലേ, ഇസ്ലാമിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നാമങ്ങളിട്ട് സ്വാലിഹായ മക്കളാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടർ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹുടെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുടെ രോഗത്തെ സുഖപ്പെടുത്തുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പലരും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. അല്ലാഹു മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകടകരമായിട്ടുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീൻ, ഗസ പോലെയുള്ള വിവിധ നാടുകളിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സഹായങ്ങൾ അല്ലാഹു പെട്ടെന്ന് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണങ്ങളിൽ കഴിഞ്ഞുകൂടാനുള്ള, അത് പിടിച്ചു നിൽക്കാനുള്ള മാനസികമായിട്ടുള്ള കരുത്തും ഈമാനും മനസ്സൊക്കെ നൽകിക്കൊണ്ട് അല്ലാഹുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു ഷഹീദിൻ്റെ കൂലി നൽകി അല്ലാഹുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله. اللهم صل على محمد.